സാധാരണ മനുഷ്യർ, ഒരുവിധം എല്ലാം നോർമലായി നടക്കുന്ന മനുഷ്യർ, അത്തരം ആളുകൾക്ക് പോലും മാനസികമായ പല പ്രശ്നങ്ങളും അവരെ പുറകോട്ട് വലിക്കും. നമ്മളൊരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തുമ്പോൾ പലരുടെയും ജീവിതം പുറകോട്ട് പോകുന്നത് കഴിവില്ല എന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ്. ഈ കഴിവുകേട് ആരുണ്ടാക്കി? കുട്ടിക്കാലത്തെല്ലാം ആഗ്രഹിച്ച് പിന്നീടൊന്നും എത്താതെ എത്തുന്ന എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു BAMS ഡോക്ടറെ കണ്ടു. ഒരു പെൺകുട്ടി. ഞാൻ ചോദിച്ചു, ഇഷ്ടപ്പെട്ടിട്ടാണോ പ്രൊഫഷൻ? ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. ചോദിച്ചു, സത്യം പറയണം, ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടിട്ടാണോ? അതെന്താ കുട്ടി ചോദിച്ചു, എന്താ അങ്ങനെ ചോദിക്കണം? ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പ്രൊഫഷൻ. ഞാനൊന്നുകൂടി ചോദിച്ചു, സത്യസന്ധമായിട്ടാണോ പറയുന്നത്? അപ്പം ആ കുട്ടിക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട്, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എന്താണ് എനിക്ക് പ്രശ്നമെന്ന്. ഞാൻ ആ കുട്ടിയുടെ അച്ഛനും അമ്മയെ കണ്ട്, ആ കുട്ടിക്ക് ഇത്തിരി ഒരു വിഷമായി എൻ്റെ ചോദ്യം. ഞാൻ ചോദിച്ചു, നീ എൻട്രൻസ് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്താ കൊടുത്തത്? ഫസ്റ്റ് ചോയ്സ് സത്യസന്ധമായി പറയാം. വാട്ട് വാസ് ദ ഫസ്റ്റ് ചോയ്സ്? പറഞ്ഞു, ഫസ്റ്റ് ചോയ്സ് MBBS ആണ്. സെക്കൻഡ് ചോയ്സ് എന്താ കൊടുത്തത്? BDS ആണ്. തേർഡ് ചോയ്സ് എന്താണ്? മൂന്നാമത്തെ ഒരു ചോയ്സ് ഉണ്ട്. അതെന്താണ്? അത് ആയുർവേദമാണ്. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് ബാക്കി രണ്ടും കിട്ടാത്തത് കൊണ്ട് എടുത്തതാണ്. സത്യമാണോ? സത്യമാണ്. ഒരു പക്ഷേ MBBS കിട്ടുമായിരുന്നെങ്കിൽ ആയുർവേദത്തിന് പോവും? ഇല്ല. അപ്പം നീ ഇഷ്ടപ്പെട്ടെടുത്തതാണെന്ന് പറഞ്ഞതോ? കുട്ടി കൺഫ്യൂഷനായി. കാരണം ആ കുട്ടി വിചാരിച്ചില്ല ഞാൻ ഇത്രയും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നുള്ളത്. ടോട്ടലി കൺഫ്യൂഷനായി. പിന്നെ ആ കുട്ടിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താ കരയണത്? പറഞ്ഞു, അച്ഛനും അമ്മയും നിർബന്ധിച്ചു, സത്യത്തിന് എനിക്ക് വലിയ താല്പര്യം. അത് തുറന്നു പറയാൻ ആ കുട്ടി. ഈ കാര്യം നമ്മൾ പലരും അറിയുന്നില്ല. ഇവിടെ പല ആളുകളും ഡോക്ടർമാരായിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതല്ല. കാരണം അവർ എൻട്രൻസ് എഴുതി, എൻട്രൻസിൻ്റെ മാർക്ക് അതിനനുസരിച്ച് പിന്നെ അതിൽ റിസർവേഷൻ, പല കുന്തങ്ങളും വന്ന് ആകെ അരിച്ച് പെറുക്കി ഒരുപക്ഷെ നല്ല മാർക്കുള്ള കുട്ടികൾ പോലും അതൊക്കെ വിട്ടിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത മേഖലയിലേക്ക് വരേണ്ടതുണ്ട്. നിങ്ങൾ പറയൂ, ഈ ജീവിതം എന്നും ഈ കുറ്റബോധം കൊണ്ട് നടക്കില്ലേ? എന്നിട്ട് നിങ്ങൾ പുറത്തു പറയും ഞാനൊരു ഡോക്ടറാണ് ഒക്കെയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ കുറ്റബോധം കൊണ്ട് നടക്കുക. അല്ലെങ്കിൽ ആ കുട്ടി പൊട്ടി കരയേണ്ട കാര്യമില്ല. ഒരു BAMS കഴിഞ്ഞ കുട്ടിയെ കരയുന്നത്, ഡോക്ടറായ കുട്ടി. കാരണം ആ കുട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന. ഞാൻ ചോദിക്കട്ടെ,